ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചായക്ക് പ്രത്യേകം സ്നാക്സ് ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വട തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറാണ് വേണ്ടത്. ഇത് വെള്ളയരിയുടെ ചോറോ അതുപോലെ കുത്തരിയുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ചോറുതാ ഞാൻ നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ തരിയില്ലാത്തതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഈ റവ വറുത്തതോ വറുക്കാത്തതോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ റവയും അരിപ്പൊടിയും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിൻ്റെ പേരിലാണ് നമ്മൾ റവയും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കിനി ഈ വടയിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സവാള ചെറുതായി അരിഞ്ഞത്, എത്രത്തോളം നമുക്ക് ചെറുതാക്കാവോ അത്രത്തോളം ചെറുതായി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അത്രയും സാധനങ്ങളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വളരെ ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തതാണ്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതിലും നല്ലത് ഇതുപോലെ ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ തന്നെയൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴിതാ ഈ മാവ് ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് ടൈം വെച്ച് കൊടുക്കേണ്ടതില്ല, മാക്സിമം ഒരു 10 മിനിറ്റ്. ഇപ്പോൾ നമ്മളുടെ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഓരോ ഉരുള മാവ് ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് നമുക്ക് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നടുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ വടയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ വടയെല്ലാം തന്നെ ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ചോറ് കൊണ്ട് നല്ല മീഡിയം വലിപ്പത്തിലുള്ള 5 വടയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 3 എണ്ണം വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വട തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ചോറ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ടൈം എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ട. ഇതിൻ്റെ പുറമൊന്ന് നല്ല ക്രിസ്പി ആയി കിട്ടുന്ന ടൈമിൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു വട നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചോറ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.